ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന സീരീസിന്റെ സീസൺ 1 സെക്കൻഡ് എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ പെഗ്ഗി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടാണ്. ബ്ലാക്ക് മാർക്കറ്റിൽ തന്റെ ആയുധങ്ങൾ വിറ്റു എന്ന് പറഞ്ഞ് ഹോവാർഡ് സ്റ്റാർക്കിനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തുന്നു. അതുകൊണ്ട് ഹോവാർഡ് സ്റ്റാർക്ക് ഒളിവിൽ പോയിരിക്കുകയാണ്. ഹോവാർഡ് സ്റ്റാർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലെന്ന് പെഗ്ഗിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം രാത്രി അപ്രതീക്ഷിതമായി ഹോവാർഡ് സ്റ്റാർക്ക് പെഗ്ഗി വന്ന് കാണുകയാണ്. താൻ അറിയാതെ തന്റെ ടെക്നോളജി ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നും അതാണ് ബ്ലാക്ക് മാർക്കറ്റിൽ ആളുകൾ വിറ്റുകൊണ്ടിരിക്കുന്നതെന്നും തന്റെ മേൽ വന്നിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റം എങ്ങനെയെങ്കിലും മാറ്റി തരണമെന്നും ഹോവാർഡ് സ്റ്റാർക്ക് പെഗ്ഗി കാർട്ടറിനോട് പറയുകയാണ്. ഹോവാർഡ് സ്റ്റാർക്കിന് അവിടെ ആകെ കൂടി വിശ്വാസം ഉണ്ടായിരുന്നത് പെഗ്ഗിയെ മാത്രമായിരുന്നു എന്നാണ് ഹോവാർഡ് പറയുന്നത്. ഇതൊക്കെ കേട്ട് പെഗ്ഗി കാർട്ടർ അതിന് സമ്മതിക്കുന്നു. പെഗ്ഗിക്ക് സഹായത്തിന് വേണ്ടി ഹോവാർഡ് സ്റ്റാർക്കിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ജാർവിസ് എന്ന് പറയുന്ന ആളെ പെഗ്ഗിക്ക് അസിസ്റ്റന്റ് ആയി കൊടുക്കുകയാണ്. ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി വെച്ച് ബോംബ് നിർമ്മിക്കുന്നത് റോക്സോൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയിലാണെന്ന് പെഗ്ഗിയും ജാർവിസും കണ്ടെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റിനെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവിടെയുള്ള എല്ലാ ബോംബുകളും കൊണ്ട് രക്ഷപ്പെടുകയാണ്. അതിലൊരു ബോംബ് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് അയാൾ പോകുന്നത്. പെഗ്ഗിയും ജാർവിസും ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ആ ബോംബിന്റെ പൊട്ടിത്തെറിയുടെ ശക്തി കണ്ട് അവർ രണ്ടുപേരും മന്ദം വിട്ടു പോവുകയാണ്. രക്ഷപ്പെട്ട സയന്റിസ്റ്റ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം ലെവയത്തോൺ ഈസ് കമ്മിങ് എന്നാണ്. ലെവയത്തോൺ വരുന്നു. എന്താണ് ലെവയത്തോൺ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പെഗ്ഗി ജാർവിസിനെ ഏൽപ്പിക്കുന്നു. ആ സയന്റിസ്റ്റിന്റെ കഴുത്തിലും പെഗ്ഗിയുടെ റൂംമേറ്റിനെ കൊന്നവന്റെ കഴുത്തിലും ഒരേ തരത്തിലുള്ള വൈമാർക്ക് ഉണ്ടായിരുന്നു. ഇനി എന്താണ് സംഭവിക്കുക അതറിയാൻ വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരീസ് എക്സ്പ്ലെയിനർ. പെഗ്ഗി കാർട്ടർ എന്നത്തെയും പോലെ റെസ്റ്റോറന്റിൽ വന്നിരിക്കുകയാണ്. അവിടെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള ആൻജി ഉണ്ട്. അവിടെ റേഡിയോയിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രോഗ്രാം കേട്ട് പെഗ്ഗിക്ക് ദേഷ്യം വരികയാണ്. കാരണം അതിൽ ഒരു റേഡിയോ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്യാപ്റ്റൻ അമേരിക്കയെ വെച്ച് ഇല്ലാത്ത ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട്. ഇത് കേട്ട് റേഡിയോ ഓഫ് ചെയ്യാൻ പെഗ്ഗി പറയുന്നു. പെഗ്ഗി അവിടെ ഇരുന്ന പത്രത്തിൽ താമസിക്കാൻ പുതിയ സ്ഥലം കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളിപ്പോ അന്വേഷിക്കുന്ന സ്ഥലം അജ്ഞാതനായ ഒരുത്തൻ വന്ന് കണ്ടുപിടിച്ചു. അവനാണല്ലോ പെഗ്ഗിയുടെ റൂംമേറ്റിനെ കൊന്നിട്ട് പോയത്. ഈ കാര്യം ആൻജി അറിയുമ്പോൾ താൻ താമസിക്കുന്ന സ്ഥലം കിടലിനാണെന്നും അവിടെ ഒരുപാട് നല്ല നല്ല പെൺകുട്ടികളെ നമ്മൾക്ക് ഫ്രണ്ട്സ് ആയി കിട്ടുമെന്നും പെഗ്ഗിയോട് അവളുടെ കൂടെ വന്ന് താമസിക്കാനും പറയുകയാണ്. ആൻജിക്ക് പെഗ്ഗിയെ ഭയങ്കര ഇഷ്ടമാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പെഗ്ഗി അതിന് സമ്മതിക്കാൻ പോയതാണ്. പക്ഷെ പെട്ടെന്നാണ് പേപ്പറിൽ പെഗ്ഗിയുടെ പണ്ടത്തെ റൂംമേറ്റിന്റെ ഫോട്ടോ കാണുന്നത്. പെഗ്ഗി കാരണമാണ് അവളുടെ റൂംമേറ്റ് വെടിയേറ്റ് മരിച്ചതെന്നാണ് പെഗ്ഗിയുടെ ഇപ്പോഴുമുള്ള ചിന്ത. അപ്പോൾ താൻ കാരണം ഇനി വേറെ ആർക്കും ഒന്നും പറ്റരുതെന്നാണ് പെഗ്ഗി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് തൽക്കാലം ആൻജിയുടെ കൂടെ വന്ന് താമസിക്കാൻ പറ്റില്ലെന്ന് പെഗ്ഗി പറയുന്നു. ഇനി പെഗ്ഗി എവിടെയാണ് താമസിക്കാൻ പോകുന്നത്? അതിന് വേറെ ഒരു സ്ഥലം അന്വേഷിക്കേണ്ടി വന്നില്ല. കാരണം ഹോവാർഡ് സ്റ്റാർക്കിന് സ്വന്തമായിട്ട് ഒരു ഹോട്ടലുണ്ട്, ഒരു അപ്പാർട്ട്മെന്റ്. അവിടെ പെഗ്ഗിക്ക് ആഡംബരമായിട്ടുള്ള ഒരു റൂം തന്നെ കൊടുത്തിരിക്കുകയാണ്. ജാർവിസ് ആണ് പെഗ്ഗിയെ ഈ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. താൻ ഹോവാർഡ് സ്റ്റാർക്കിന്റെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നതെന്ന് തന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ അറിഞ്ഞാൽ എന്തായാലും തന്നെ സംശയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പെഗ്ഗി ജാർവിസിനോട് പറയുന്നു. അപ്പോഴാണ് ജാർവിസ് പറയുന്നത്, ഹോവാർഡ് സ്റ്റാർക്കിന് ഇത് മാത്രമല്ല ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ അപ്പാർട്ട്മെന്റ് മാത്രം വളരെ പ്രൈവറ്റ് ആണ്. അതായത് ഈ അപ്പാർട്ട്മെന്റ് ഹോവാർഡ് സ്റ്റാർക്കിന്റെ ആണെന്ന് വേറെ ഒരുത്തിനും അറിയില്ല. അദ്ദേഹം വല്ലപ്പോഴും വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഗേൾസിനെ കമ്പനി അടിച്ച് ഇങ്ങോട്ട് വന്നാലായി. അല്ലാതെ ഹോവാർഡ് സ്റ്റാർക്ക് ആണെങ്കിൽ ഇങ്ങോട്ട് വരാറുമില്ല. അതുകൊണ്ട് പെഗ്ഗിക്ക് പേടിക്കാതെ ഇവിടെ കഴിയാമെന്നാണ് ജാർവിസ് പറയുന്നത്. പെഗ്ഗിക്കും ആ റൂമും അവിടുത്തെ അടിപൊളി കട്ടിലൊക്കെ കണ്ടപ്പോ ആ റൂം ഇഷ്ടപ്പെട്ടു. അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് ലെവയത്തോൺ എന്താണെന്നുള്ള കാര്യം രണ്ടുപേർ അന്വേഷിച്ചിട്ടും അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പെഗ്ഗി കാർട്ടറിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബോംബുമായി കടന്നു കളഞ്ഞ സയന്റിസ്റ്റ് ഒരു മിൽക്ക് ട്രക്ക് അല്ലെങ്കിൽ ഒരു പാൽവണ്ടി കൊണ്ടാണ് പോയത്. ആ പാൽവണ്ടിയിലായിരുന്നു എല്ലാ ബോംബുകളും. അപ്പോൾ അടുത്ത ദിവസം ഒരു ഡോക്ടറിന്റെ വേഷം ധരിച്ച് പെഗ്ഗി ഡയറി ഫാംസിൽ ചെന്ന് അന്വേഷണം നടത്താൻ പോവുകയാണ്. അതായത് മെയിൻ ആയിട്ട് പാൽ എവിടെയാണോ നിർമ്മിക്കുന്നത്, ഏത് കമ്പനിയിൽ നിന്നാണോ പാൽവണ്ടിയിലാക്കി കൊണ്ടുപോകുന്നത്, അവിടെ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ബോംബ് കൊണ്ടുപോയ പാൽവണ്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പെഗ്ഗിയെ റൂമിലാക്കി പോകുന്നതിന് മുൻപ് ജാർവിസ് പെഗ്ഗിയോട് ഒരു കാര്യം പറയുകയാണ്. നാളെ മിൽക്ക് ട്രക്കുകൾ പരിശോധിക്കാൻ പോകുമ്പോൾ വേണമെങ്കിൽ ജാർവിസും വരാമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ കാര്യത്തിന് താൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പെഗ്ഗി പറയുന്നു. അപ്പൊ ജാർവിസിന് വീണ്ടും ഒരു സംശയം, എങ്ങനെയാണ് ഈ ബോംബുകൾ കൊണ്ടുപോയ ട്രക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പൊ പെഗ്ഗി പറയുന്നു, വൈറ്റാ റേഡിയേഷന്റെ കാര്യം അറിഞ്ഞ സമയം തൊട്ട് പെഗ്ഗി നേരെ പോയി ക്യാപ്റ്റന്റെ പഴയ ഫയലുകൾ പരിശോധിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡിവൈസ് കിട്ടി. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലോ. ആ ഡിവൈസ് ഉപയോഗിച്ച് നൈട്രമീൻ ബോംബ്, അങ്ങനെയാണ് ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ബോംബിനെ വിളിക്കുന്നത്. ആ ബോംബിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതുണ്ടായിരുന്ന സ്ഥലം കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയാണ് താൻ നാളെ പോയി ആ മിൽക്ക് ട്രക്ക് കണ്ടെത്താൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞ് പെഗ്ഗി തൽക്കാലത്തേക്ക് ജാർവിസിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്.
ജാർവിസ് എല്ലാ സ്ഥലത്തേക്കും പെഗിയുടെ കൂടെ പോകാൻ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എപ്പോ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം ജാർവിസിന് ഹോട്ട്സ്റ്റാക്കിനെ അറിയിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് പെഗിയുടെ റൂംമേറ്റിനെ കൊന്ന അജ്ഞാതൻ ആരോടോ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്ലാൻ ഒക്കെ വെള്ളത്തിലായി എന്നാണ് ഇയാൾ പറയുന്നത്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ അല്ലെങ്കിൽ മിഷൻ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് അജ്ഞാതൻ ചോദിക്കുന്നു. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾ മെസ്സേജ് ചെയ്യുന്നു, പ്ലാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണ്ട, നമ്മൾക്ക് ലെവായത്തോണിനെ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. എന്താണ് ലെവായത്തോൺ എന്ന് നമ്മൾക്കിപ്പോ അറിയില്ല, പക്ഷെ തീർച്ചയായിട്ടും ഇവർക്ക് എന്തോ ഒരു വലിയ പ്ലാനിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അജ്ഞാതനായിട്ടുള്ള ആൾ പോകുന്നത് റെയ്മണ്ടിന് നൈട്രമീൻ ബോംബ്സ് കൊടുത്ത ആളുടെ അടുത്തേക്കാണ്. അയാളുടെ അടുത്ത് നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ആദ്യം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ അജ്ഞാതനായിട്ടുള്ള ആൾ നൈട്രമീൻ ബോംബ് കൊടുത്തവന്റെ കയ്യിലേക്ക് ഒരു ഫോർക്ക് കുത്തി കയറ്റുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ അയാൾക്ക് നൈട്രമീൻ ബോംബ് എവിടെ നിന്ന് കിട്ടി, വേറെ ആർക്കൊക്കെ അയാൾ കൊടുത്തു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അയാൾ പറയുകയാണ്. കൂടുതലൊന്നും അയാൾ പറയാത്തത് കൊണ്ട് അജ്ഞാതൻ അയാളെ വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സീൻ ചേഞ്ച് ആവുന്നു. അടുത്ത ദിവസം പെഗി കാർട്ടർ പറഞ്ഞുറപ്പിച്ചതുപോലെ പെഗി കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ആ പാൽവണ്ടിയുടെ കമ്പനിയിലേക്ക് പോവുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവിടെയുള്ള മിൽക്ക് ട്രക്കൊക്കെ പരിശോധിക്കാൻ വന്നു എന്ന് പറഞ്ഞാണ് ആൾമാറാട്ടം നടത്തി പെഗി അവിടെ എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെയുള്ള ഓരോ മിൽക്ക് ട്രക്കിലും വൈറ്റാ റേഡിയേഷൻ ഉണ്ടോ എന്ന് പെഗി പരിശോധിക്കുന്നു. പക്ഷെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒറ്റ പാൽവണ്ടിയിലും വൈറ്റാ റേഡിയേഷൻസ് ഇല്ല. പക്ഷെ പെഗിക്ക് ഒരു കാര്യം മനസ്സിലായി, ആ കമ്പനിയിലെ മൊത്തം ട്രക്കുകളിൽ നിന്ന് ഒരെണ്ണം മിസ്സിംഗ് ആണ്. ഒരു പാൽവണ്ടി മാത്രം അവിടെ എവിടെയും കാണാനില്ല. പെഗിക്ക് മനസ്സിലായി താൻ തലേദിവസം കണ്ട മിൽക്ക് ട്രക്ക് അത് തന്നെയാണ്. അപ്പോ ആ കമ്പനിയിലുണ്ടായിരുന്ന ആളോട് ആ പാൽവണ്ടി ഓടിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് വാങ്ങുകയാണ്. അത് കഴിഞ്ഞ് പെഗി അവിടെ നിന്ന് പോകുന്നു. ആർക്കും ഒരു സംശയവും ഉണ്ടാവാത്ത രീതിയിലാണ് പെഗിയുടെ അഭിനയം. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം റോക്സോൺ എന്ന് പറയുന്ന കമ്പനിയിൽ വലിയൊരു പൊട്ടിത്തെറി നടന്ന കാര്യം തോംസണും ടീമും അറിയുകയാണ്. അവിടെ നടന്ന പൊട്ടിത്തെറിക്ക് ശേഷം റോക്സോൺ കമ്പനിയിൽ ഉണ്ടായിരുന്ന ആകെ കൂടി സാധനങ്ങൾ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അത്രയും വലിയ കമ്പനിയിൽ നിന്ന് പൊട്ടിത്തെറി നടന്ന ശേഷം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ബാക്കി കിട്ടിയത്. ഇത്രയും വലിയൊരു പൊട്ടിത്തെറി നടത്തണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഹോട്ട്സ്റ്റാർക്ക് ആയിരിക്കുമെന്ന് അവർ വിലയിരുത്തി. പൊട്ടിത്തെറിയുടെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് അറിയാൻ ടീമിന്റെ മേലധികാരി ഏജന്റ് ക്രിസ്മൻസ്കിയെ അത് ഏൽപ്പിക്കുന്നു. ബാക്കി കിട്ടിയ സാധനങ്ങൾ പരിശോധിക്കാനാണ് അയാളോട് പറയുന്നത്. സീൻ ചേഞ്ച് ആവുന്നു. പെഗി അവളുടെ ഓഫീസിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് സൂസയ്ക്ക് തോംസൺ ഒരു പണി കൊടുക്കുന്നത്. പണിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം റെയ്മണ്ടിന്റെ പാർട്ടിക്കിടയ്ക്ക് ചിലർക്ക് ഒരു സ്ത്രീയുടെ മേൽ സംശയം തോന്നി. മാത്രമല്ല ആ പാർട്ടിക്കിടയ്ക്ക് ഒരാൾ കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ഏതിലെങ്കിലും സംശയം തോന്നിക്കുന്ന ആ സ്ത്രീയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് തോംസൺ സൂസയോട് പറയുന്നത്. ഇത് കേട്ട് പെഗിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെഗിക്ക് പേടിയായി. കാരണം അവർ പറയുന്ന ആ സ്ത്രീ പെഗി തന്നെയാണ്. പെഗിയാണ് വേഷം മാറി റെയ്മണ്ടിന്റെ സ്ഥലത്ത് ചെന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ നോക്കാൻ താൻ സഹായിക്കണോ എന്ന് പെഗി സൂസയോട് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് പ്രോബ്ലം ഒഴിവാക്കാമല്ലോ. പക്ഷെ സൂസ തൽക്കാലം താൻ നോക്കിക്കോളാം എന്ന് പെഗിയോട് പറയുകയാണ്. പെഗി ആകെ പേടിച്ചുപോയി. ഒരു പക്ഷെ പെഗിയുടെ ഫേസോ മറ്റോ അറിയാതെ ആ ഫോട്ടോയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പെഗിയുടെ കാര്യം പിന്നെ പോക്കാണ്. പക്ഷെ അപ്പോഴേക്കും ഭാഗ്യത്തിന് സൂസയെ വേറൊരു കാര്യത്തിന് വേണ്ടി ഒരു ഏജന്റ് വന്ന് വിളിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് റോക്സോൺ കമ്പനിയുടെ മുതലാളി കുറച്ച് ഏജന്റ്സ്മാരോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നു. സൂസ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഈ തക്കം നോക്കി പെഗി ജാർവിസിനെ കോൾ ചെയ്യുന്നു. പെഗി നേരത്തെ കൂട്ടി കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അതായത് റോക്സോൺ കമ്പനി പൊട്ടിത്തെറിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആകെ കൂടി ബാക്കി കിട്ടിയ സാധനങ്ങൾ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറി നടന്നപ്പോ കാറിന്റെ എന്തൊക്കെയോ ഭാഗങ്ങൾ ഇളകി അവിടെ വീണതായിട്ട് പെഗിക്കറിയാം. ഒരുപക്ഷെ അത് കണ്ടെത്തിയാലോ. അത് മാത്രമല്ല ആ ബോംബ് പൊട്ടിത്തെറി നടന്നപ്പോ ഒരുപാട് വൈറ്റാ റേഡിയേഷൻസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ കാറിലും ആ വൈറ്റാ റേഡിയേഷന്റെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് ജാർവിസിനോട് ആ കാർ എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയണമെന്ന് പറയുകയാണ്. ഈ സമയത്ത് മേലധികാരിയും തോംസണും കൂടി റോക്സോൺ കമ്പനിയുടെ മുതലാളിയെ പോയി കാണുന്നു. ആ കമ്പനിയുടെ മുതലാളിക്ക് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർക്കിനോട് ഒരു അസൂയയും ദേഷ്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഹോട്ട്സ്റ്റാർക്കിനെ പറ്റി അറിയാവുന്ന ചില വിവരങ്ങൾ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹോട്ട്സ്റ്റാർക്കിന്റെ കമ്പനിയിൽ അദ്ദേഹം അറിയാതെ ഇയാളുടെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. അവർ വഴി അറിഞ്ഞ ചില കാര്യങ്ങളാണ് റോക്സോൺ കമ്പനിയുടെ മുതലാളി തോമസിന്റെയും ടീമിന്റെയും അടുത്ത് പറയുന്നത്. അതായത് ഹോട്ട്സ്റ്റാർക്ക് നിർമ്മിച്ചിരുന്ന ടെക്നോളജി നൈട്രമീനുമായി ബന്ധപ്പെട്ടതാണെന്നും ഈ നൈട്രമീൻ വെച്ചുണ്ടാക്കുന്ന ബോംബുകളാണ് ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണമായിട്ടുണ്ടാവുക എന്നും ഇയാൾ പറയുന്നു. മാത്രമല്ല ഈ ടൈപ്പ് ആയുധങ്ങളുമായി ബന്ധപ്പെട്ടത് വൈറ്റാ റേഡിയേഷൻസ് ആണെന്നും അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. വൈറ്റാ റേഡിയേഷൻസ് എന്ന് കേട്ടപ്പോ ഏജന്റ് തോംസൺ പിന്നെ അതിന്റെ പിന്നാലെയായി. ഈ സമയത്ത് പെഗിയുടെ ഓഫീസിൽ സൂസ പുറത്തേക്ക് പോയപ്പോ ആ ഫോട്ടോഗ്രാഫ്സ് അവിടെ മേശയിൽ പൂട്ടി വെച്ചിട്ടാണ് പോയത്. സൂസ പോയി കഴിഞ്ഞ ഉടനെ പെഗി ചെന്ന് ആ മേശ തുറക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു ഫോൺ റിംഗ് ചെയ്യുന്നു. ഈ ഫോൺ എടുക്കാൻ സൂസ തിരിച്ചു വരുന്നു. ഫോണിൽ കൂടെ തോംസൺ ചോദിക്കുന്നത് ഏജന്റ് പെഗി കാർട്ടർ അവിടെ ഉണ്ടോ എന്നാണ്. പെഗി മേശയുടെ അടിയിലായതുകൊണ്ട് ആദ്യത്തെ വട്ടം തിരിഞ്ഞു നോക്കിയപ്പോ സൂസയ്ക്ക് പെഗിയെ കാണാൻ പറ്റുന്നില്ല. അയാൾ പെഗി അവിടെ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോ
നോക്കിയപ്പോ പെഗ്ഗി അവിടെ ഇരിക്കുന്നു. കാരണം സൂസ പിന്നെ തിരിഞ്ഞപ്പോഴേക്കും പെഗ്ഗി മേശയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറി. ഏജന്റ് തോംസൺ പെഗ്ഗിക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നു. വൈറ്റ് റേഡിയേഷൻസിന്റെ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുമായി പെഗ്ഗിക്ക് ഒരല്പം പരിചയം കൂടുതലുണ്ടാവുമെന്ന് തോംസൺ അറിയാം. കാരണം പല സയന്റിസ്റ്റുകളുമായി പെഗ്ഗി മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പെഗ്ഗിയോട് തോംസൺ ഒരു കാര്യം പറയുകയാണ്. പൊട്ടിത്തെറി നടന്ന രാത്രിയിൽ അതുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും അവിടെ വന്നു പോയി കാണും. അതുകൊണ്ടായിരിക്കും പൊട്ടിത്തെറി നടന്നത്. മിക്കവാറും അത് റോക്സോൺ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ മേൽ വൈറ്റ് റേഡിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് റേഡിയേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി റോക്സോൺ കമ്പനിയിലെ എല്ലാ ജീവനക്കാരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പെഗ്ഗിയുടെ കൂടി സഹായമാണ് തോംസൺ ചോദിക്കുന്നത്. പെഗ്ഗിയുടെ കയ്യിൽ വൈറ്റ് റേഡിയേഷൻ ചെക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ടെന്ന് പെഗ്ഗിയും പറയുന്നു. ഈ കാര്യം പെഗ്ഗിയോട് പറഞ്ഞതുകൊണ്ട് അതൊരു ഗുണമായി. അടുത്ത ദിവസം റോക്സോൺ കമ്പനിയിലെ എല്ലാ ജീവനക്കാരെയും വിളിച്ചു വരുത്തി വൈറ്റ് റേഡിയേഷൻ ചെക്ക് ചെയ്യുന്നതിന് മുൻപ് പെഗ്ഗി സ്വയം തന്റെ മേൽ എവിടെയെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന പൊട്ടിത്തെറിയുടെ കാരണമായിട്ട് വൈറ്റ് റേഡിയേഷന്റെ അംശമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ചെക്ക് ചെയ്യാൻ പെഗ്ഗിക്ക് തോന്നിയത് വളരെ നന്നായി. കാരണം വേറെ എവിടെയും വൈറ്റ് റേഡിയേഷന്റെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിലും പെഗ്ഗിയുടെ കയ്യിലെ വാച്ചിൽ വൈറ്റ് റേഡിയേഷന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെഗ്ഗി വേഗം വാച്ച് ഊരിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയുകയാണ്. അതിനുശേഷം റോക്സോൺ കമ്പനിയിലെ ഓരോ ജീവനക്കാരെയായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് പെഗ്ഗിക്ക് പരിചയമുള്ള ഒരു മുഖം. ഇന്നലെ ആ ബോംബ് നിർമ്മിച്ചിരുന്ന സ്ഥലത്ത് പെഗ്ഗി 2 സയന്റിസ്റ്റുകളെ കണ്ടു. അതിലൊരുത്തൻ പാൽവണ്ടിയിൽ കയറി ഓടിപ്പോയി. മറ്റൊരുത്തനെ പെഗ്ഗി തന്റെ കയ്യിലുള്ള ഫ്ലാഷ് ലൈറ്റ് മുഖത്തേക്ക് അടിച്ച് കുറച്ചു നേരത്തേക്ക് കണ്ണു കാണാതെ ആക്കിയിട്ടുണ്ടായിരുന്നു. അവന്റെ മുഖം പെഗ്ഗിക്ക് ഓർമ്മയുണ്ട്. അവനാണ് പെഗ്ഗിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഫ്ലാഷ് ലൈറ്റ് മുഖത്തേക്ക് അടിച്ചതുകൊണ്ട് പെഗ്ഗിയുടെ മുഖം അയാൾക്ക് കാണാനും പറ്റിയില്ല. അതുകൊണ്ട് പെഗ്ഗിയാണ് ഇന്നലെ അവിടെ തങ്ങളെ തടയാൻ വന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പൊട്ടിത്തെറി നടക്കുന്നതിന് മുൻപ് അയാൾ രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ അയാളുടെ മേൽ മുഴുവൻ വൈറ്റ് റേഡിയേഷൻ ചെക്ക് ചെയ്യുകയാണ്. പക്ഷെ അയാളുടെ മേൽ നിന്ന് വൈറ്റ് റേഡിയേഷന്റെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ പറ്റുന്നില്ല. അയാൾ കൂളായിട്ട് നടന്നു പോകുന്നു. പക്ഷെ പെഗ്ഗിക്ക് ഇത് നോക്കി നിൽക്കാൻ പറ്റിയില്ല. പെഗ്ഗി അവിടുത്തെ അധികാരികളോട് പറയുന്നു, നമ്മളൊന്ന് കുളിച്ചു കഴിഞ്ഞ് പുതിയ ഡ്രസ്സ് എടുത്തിട്ടാൽ വൈറ്റ് റേഡിയേഷന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ജോലിക്കാർ ഇന്നലെ ഇട്ട ഡ്രസ്സ് വേണം ചെക്ക് ചെയ്യാൻ. അതിൽ വൈറ്റ് റേഡിയേഷൻ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പെഗ്ഗി പറയുന്നു. ഇത് കേട്ട് ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റിന് പേടിയായി. അയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. തോംസണും മറ്റേ ഏജന്റുമാരും അയാൾ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി. പക്ഷെ പെഗ്ഗി അപ്പോൾ മാസായിട്ട് ആരുടെയോ കയ്യിൽ നിന്ന് ഒരു സ്യൂട്ട് കേസ് മേടിച്ചിട്ട് ഒരു ഷോർട്ട് കട്ട് വഴി ഇറങ്ങിപ്പോയി അയാളെ കാലിനടിച്ച് വീഴ്ത്തുകയാണ്. ഈ സയന്റിസ്റ്റിനെ തോംസണും ടീമും കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ്. കുറെ ചോദ്യം ചെയ്തിട്ടും അയാളൊന്നും പറയുന്നില്ല. അപ്പൊ തോംസൺ അയാളെ പിടിച്ച് പഞ്ഞിക്കിടാൻ തുടങ്ങി. അങ്ങനെയെങ്കിലും അയാൾ എന്തെങ്കിലും പറയുമെന്ന് കരുതി. പക്ഷെ അയാൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ തോംസൺ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അയാൾ വന്ന് പഞ്ഞിക്കിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. അങ്ങനെ തനിക്ക് പറ്റുന്ന പോലെയൊക്കെ പഞ്ഞിക്കിട്ട ശേഷം അവസാനം ആ സയന്റിസ്റ്റ് വായ തുറന്നു. ബോംബ് കൊണ്ടുപോയ പാൽവണ്ടിയും ഡ്രൈവറും എവിടെയാണുള്ളതെന്ന് അയാൾ തോംസനോട് പറയുകയാണ്. അപ്പോൾ തോംസനും ടീമും ഇനി അയാളെ തേടി പോകും. ഈ സമയത്ത് അജ്ഞാതനായ ആൾ നേരത്തെ കൊന്ന ആൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്നവരെയും ടോർച്ചർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഈ പാൽവണ്ടിക്കാരന്റെയും പാൽവണ്ടിയുടെയും അഡ്രസ്സ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവരെയും കൊല്ലുന്നു. അപ്പോൾ അജ്ഞാതനും തേടി വരുന്നത് ഇതേ പാൽവണ്ടിയാണ്. അയാൾക്കും ബോംബുകൾ വേണം. പക്ഷെ പെഗ്ഗി കാർട്ടർ ഈ പാൽവണ്ടിയുടെയും പാൽവണ്ടിക്കാരന്റെയും അഡ്രസ്സ് നേരത്തെ വേഷം മാറിച്ചെന്ന് കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് പെഗ്ഗി ജാർവിസിന്റെ കൂടെ ആ പാൽവണ്ടിക്കാരനെ തേടി ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കിട്ടിയ അഡ്രസ്സിലേക്ക് പെഗ്ഗിയും ജാർവിസും കൂടി എത്തി. ഈ സമയത്ത് തോംസണും അവന്റെ ടീമും അജ്ഞാതനായ ആളും ഇതേ പാൽവണ്ടിക്കാരനെ തേടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ആദ്യം എത്തിയത് പെഗ്ഗിയാണ്. ആ വീടിന്റെ ഡോർ തുറന്നു കിടന്നുകൊണ്ട് പെഗ്ഗി ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആ പാൽവണ്ടിയുടെ ഡ്രൈവർ ഇരിക്കുന്നുണ്ട്. അയാൾ പെഗ്ഗിയെ കണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി അവളെ കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ അയാളൊരു തടിയനായിരുന്നെങ്കിലും പെഗ്ഗി തന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫൈറ്റ് മൂവ്സ് വെച്ച് അവൻ അടിച്ച് നിലത്തിടുകയാണ്. എന്നിട്ട് അയാളെ ഒരു കസേരയിൽ കെട്ടിയിടുന്നു. പെട്ടെന്ന് ആ വീടിന്റെ പുറത്ത് പാൽവണ്ടി ഓണാവുന്ന ഒച്ച പെഗ്ഗി കാർട്ടർ കേൾക്കുകയാണ്. അങ്ങോട്ട് ഓടി ചെന്നപ്പോഴാണ് കാണുന്നത് ഇന്നലെ ആ പാൽവണ്ടി എടുത്ത് ഓടിപ്പോയ ആ സയന്റിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ ആ പാൽവണ്ടി ഓണാക്കി പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എത്ര ഓണാക്കാൻ നോക്കിയിട്ടും പാൽവണ്ടി ഓണാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെഗ്ഗി കാർട്ടർ പറഞ്ഞത് കേൾക്കാതെ ജാർവിസ് അവളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. ജാർവിസ് ആണ് ആ പാൽവണ്ടി തൽക്കാലത്തേക്ക് സ്റ്റാർട്ട് ആവാതെയാക്കിയത്. പെഗ്ഗി ആ സയന്റിസ്റ്റിനെ പിടിച്ച് തന്റെ തോക്കിന്റെ മുനയിൽ നിർത്തുകയാണ്. എന്നിട്ട് ഹോട്ട് സ്റ്റാർക്കിന്റെ മറ്റ് ടെക്നോളജികൾ എവിടെയാണുള്ളതെന്നും എന്താണ് ലെവയത്തോൺ എന്നും പറയാൻ പറയുന്നു. എത്ര ചോദിച്ചിട്ടും അയാളൊന്നും പറയുന്നില്ല. പക്ഷെ അവസാനം സയന്റിസ്റ്റ് പറയുന്നു, എനിക്ക് സുരക്ഷ തരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ എല്ലാം പറഞ്ഞു തരാമെന്ന്. പെഗ്ഗിയും ജാർവിസും അയാളെ കൊണ്ട്
ആ പാൽവണ്ടിയിൽ തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് അജ്ഞാതൻ ഇത് നേരത്തെ കണ്ടിരുന്നു. അയാൾ അവിടെയുള്ള ഒരു മരത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. എന്നിട്ട് ഈ പാൽവണ്ടി അയാളുടെ അടിയിൽ കൂടെ പോയപ്പോ വണ്ടിയുടെ മേലേക്ക് അജ്ഞാതൻ ചാടിക്കയറുന്നു. ആരോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണെന്ന് പെഗ്ഗിക്ക് മനസ്സിലായി. പെഗ്ഗി നോക്കിയപ്പോഴാണ് തന്റെ റൂംമേറ്റിനെ കൊന്ന അജ്ഞാതനാണ് അവിടെ നിൽക്കുന്നത്. പാൽവണ്ടി നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പെഗ്ഗി വണ്ടിയുടെ മുകളിലേക്ക് കയറുന്നു. എന്നിട്ട് അയാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. ഈ സമയത്താണ് തോംസനും ടീമും കൂടി പാൽവണ്ടിക്കാരന്റെ അഡ്രസ്സിലേക്ക് എത്തുന്നത്. പാൽവണ്ടിക്കാരനെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ടാണ് പെഗ്ഗി കാർട്ടർ പോയത്. അയാൾക്ക് അനങ്ങാൻ പറ്റാത്തതുകൊണ്ട് അയാൾ ആ കസേര എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി. ഓടി ഓടി എത്തുന്നത് തോംസന്റെയും ടീമിന്റെയും മുന്നിലേക്കാണ്. അവരയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. പെഗ്ഗിയും അജ്ഞാതനും കൂടി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ആ സയന്റിസ്റ്റിനും വെടിയേൽക്കുകയാണ്. അപ്പോൾ ഉണ്ടായ കുലുക്കത്തിൽ ആ പാൽവണ്ടിയിലുണ്ടായിരുന്ന ഒരു നൈട്രമിൻ ബോംബ് നിലത്ത് വീഴുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ വണ്ടിയിൽ നിന്ന് ചാടിയില്ലെങ്കിൽ എല്ലാം കൂടി പൊട്ടിത്തെറിച്ചില്ലാതെയോ. അജ്ഞാതൻ തന്നെ വിട്ട് പോകുന്നില്ലെന്ന് കണ്ടപ്പോ പെഗ്ഗി ഒരു കാര്യം ചെയ്യുകയാണ്. ഒരു കത്തിയെടുത്ത് അജ്ഞാതന്റെ കൈ ട്രക്കിന്റെ മേൽ കുത്തിവെക്കുകയാണ്. എന്നിട്ട് ജാർവിസിനോട് സയന്റിസ്റ്റിനെ കൊണ്ട് ചാടാൻ പറയുന്നു. പെഗ്ഗിയും കൂടെ ചാടുന്നു. ട്രക്കും അജ്ഞാതനും കൂടി നേരെ പോയി അടുത്തുള്ള നദിയിലേക്ക് വീഴുകയാണ്. കൃത്യം സെക്കൻഡുകൾ കഴിഞ്ഞ് ഒരു വലിയ പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത്. ആ പൊട്ടിത്തെറിയുടെ ശക്തിയിൽ ആ നദിയിലുണ്ടായിരുന്ന വെള്ളം വരെ വെറ്റിപ്പോയി. വെടിയേറ്റത് കൊണ്ട് ആ സയന്റിസ്റ്റ് ഇനി രക്ഷപ്പെടില്ലെന്ന് മനസ്സിലായി. മരിക്കുന്നതിന് മുൻപ് അയാൾക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പെഗ്ഗി പറയുന്നു. ലെവയത്തോണിനെ പറ്റിയാണ് പെഗ്ഗി ചോദിക്കുന്നത്. അയാൾ അവസാനമായിട്ട് എന്തോ ഒരു ക്ലൂ വരച്ചു കാണിക്കുകയാണ്. മിക്കി മൗസിന്റെ തല പോലെയുള്ള എന്തോ ഒരു ചിഹ്നമാണ് അയാൾ വരച്ചു വെക്കുന്നത്. പെഗ്ഗിക്ക് അത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ അതും ഒരു ക്ലൂ ആണല്ലോ. അത് കഴിഞ്ഞ് ആ സയന്റിസ്റ്റ് മരിക്കുന്നു. പെഗ്ഗി അയാൾ വരച്ചത് ഓർത്തുവെച്ച് ആ സിമ്പൽ മായ്ച്ചു കളയുന്നു. എന്നിട്ട് ജാർവിസിന്റെ കൂടെ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തോംസനും ടീമും അവിടേക്ക് എത്തുന്നത്. പൊട്ടിത്തെറി കാരണം നദി തന്നെ വെറ്റിപ്പോയത് കണ്ട് ഇവർ അന്തം വിട്ടുപോയി. ഏജന്റ് തോംസൺ ഒരു കാര്യം മനസ്സിലായി. അവരെത്താൻ ശ്രമിക്കുന്ന സ്ഥലത്തൊക്കെ അവരെക്കാൾ മുന്ന് ആരോ ഒരാൾ എത്തുന്നുണ്ട്. ഏജന്റ് സൂസ അവിടേക്ക് പരതിയപ്പോ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. മരിച്ചു കിടക്കുന്ന സയന്റിസ്റ്റിന്റെ അടുത്ത് ഏതോ സ്ത്രീയുടെ ചെരുപ്പിന്റെ പാടുണ്ട്. മാത്രമല്ല ഒരു ഹോട്ടലിലെ റൂമിന്റെ കീയും അവർക്ക് കിട്ടി. ആ കീ ഏതാണെന്ന് വെച്ചാൽ പെഗ്ഗി അറിയാതെ പെഗ്ഗിയുടെ കയ്യിൽ നിന്ന് പോയ അവളുടെ ഇപ്പോഴത്തെ റൂമിന്റെ കീ ആണ്. അതായത് ഹോട്ട്സ്റ്റാർക്കിന്റെ ഹോട്ടലിലെ ആ മുറിയുടെ കീ. ജാർവിസും പെഗ്ഗിയും കൂടി റൂമിലെത്തുകയാണ്. പെഗ്ഗിക്ക് ഫൈറ്റിന്റെ ഇടയ്ക്ക് കാലിന്റെ ഭാഗത്തായിട്ട് ഒരു മുറിവ് പറ്റിയിരുന്നു. ജാർവിസ് ആ മുറിവ് തുന്നി ചേർത്ത് കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ജാർവിസ് പെഗ്ഗിയോട് ഒരു കാര്യം പറയുന്നു. പണ്ട് ക്യാപ്റ്റന് പെഗ്ഗിയും പെഗ്ഗിക്ക് ക്യാപ്റ്റനും ഒരു സപ്പോർട്ടായിരുന്നു. അവർ പരസ്പരം ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ പെഗ്ഗിയെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയും അനുവദിക്കണമെന്നാണ് ജാർവിസ് പറയുന്നത്. കാരണം പല മിഷനിൽ നിന്നും ജാർവിസിനെ പെഗ്ഗി മാറ്റി നിർത്തുന്നതായിട്ട് ജാർവിസിന് തോന്നി. അതുകൊണ്ടാണ് ജാർവിസ് ഇങ്ങനെ പറയുന്നത്. പെഗ്ഗിക്കും ഒരുപക്ഷെ അത് ശരിയാണെന്ന് തോന്നിക്കാണും. തന്നെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പെഗ്ഗി ഹോട്ട്സ്റ്റാർക്കിന്റെ റൂമിൽ നിന്ന് മാറുകയാണ്. എവിടേക്കാണ് മാറുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് ഈ കാര്യം പറഞ്ഞ് തന്റെ പിന്നാലെ നടക്കുന്ന ആൻജിയുടെ ഹോസ്റ്റലിലേക്കാണ്. അതൊരു ലേഡീസ് ഹോസ്റ്റലാണ്. അവിടുത്തെ ഓണറിന് ഒരേ ഒരു നിർബന്ധമേ ഉള്ളൂ. ആ ഹോസ്റ്റലിലേക്ക് പുരുഷന്മാരെ ഒരു കാരണവശാലും കയറ്റാൻ പാടില്ല. ഇത് സംബന്ധിച്ച് താനൊരു ടെലിഫോൺ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പെഗ്ഗി ആ ഹോസ്റ്റലിൽ ഒരു റൂം എടുക്കുകയാണ്. ആൻജിക്കും വളരെ സന്തോഷമായി. സീൻ ചേഞ്ച് ആവുന്നു. പെഗ്ഗി വീണ്ടും ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അവിടെ റെയ്മണ്ടിന്റെ പാർട്ടിക്കിടയ്ക്ക് എടുത്തു എന്ന് പറയുന്ന ഫോട്ടോകൾ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെഗ്ഗിക്ക് വീണ്ടും പേടിയായി. എങ്ങാനും പെഗ്ഗിയുടെ മുഖം കണ്ടാൽ എല്ലാം പോയി. എന്നാലും പെഗ്ഗി ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. പക്ഷെ പെഗ്ഗി പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. ആകെ കൂടി പെഗ്ഗിയുടെ ഫോട്ടോ പതിഞ്ഞിരിക്കുന്നത് ഒരു ഫോട്ടോയിലാണ്. ആ ഫോട്ടോയിലാണെങ്കിൽ പെഗ്ഗി ഭാഗ്യത്തിന് അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോഴാണ് പെഗ്ഗിയുടെ ശ്വാസം നേരെ വീണത്. പക്ഷെ ഈ സമയത്ത് പെഗ്ഗിക്കെതിരെയുള്ള ഒരു പണി അവിടെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ റോക്സോൺ കമ്പനിയിൽ നടന്ന പൊട്ടിത്തെറിയുടെ ഇടയ്ക്ക് ബാക്കി വന്ന സാധനങ്ങൾ ചെക്ക് ചെയ്യാൻ ഏജന്റ് ക്രെസ്മെൻസ്കിയോട് പറഞ്ഞിരുന്നു. അയാൾ അതിൽ നിന്ന് ഒരു കാര്യം കണ്ടെത്തി. പെഗ്ഗിയും ജാർവിസും അന്ന് സഞ്ചരിച്ചിരുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ്. അത് വെച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇനി എന്താണ് സംഭവിക്കുക? പെഗ്ഗി ഇവർ കണ്ടെത്തുമോ? അതോ പെഗ്ഗിക്ക് ലെവയത്തോൺ എന്താണെന്ന് കണ്ടെത്താൻ ഹോട്ട്സ്റ്റാർക്കിന്റെ പേര് രക്ഷിക്കാനും സാധിക്കുമോ? ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. പിന്നെ ഒരു കാര്യം, ഈ സീരീസിൽ ആകെ കൂടി 18 എപ്പിസോഡോ മറ്റോ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന ഈ സീരീസ് ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത് ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ once again it's me Amit signing out.